ബിജു മുത്തത്തിയിലേക്ക് കൂടി. ബിജു മുത്തത്തി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വിതരണ വേദിയിലടക്കം JC ഡാനിയൽ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിലടക്കം സജീവമായി ഈ സാമൂഹികമായ ഇടപെടലുകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ചൊരു പങ്കുണ്ട്. അതിപ്പോൾ ഇവിടെ പറഞ്ഞു. ആദ്യത്തെ സിനിമ പിറവി ആയിക്കോട്ടെ, പിന്നീട് വാനപ്രസ്ഥമൊക്കെ ഏത് നിലയിലാണ് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. സിത ഇപ്പോൾ സ്വന്തം സിനിമാ സംരംഭങ്ങളിലൂടെ മാത്രമല്ല, സ്വന്തം സംവിധാന സംരംഭങ്ങളിലൂടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പേര് കേൾക്കപ്പെടുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒരു ചരിത്രത്തോടൊപ്പം നടന്ന ഒരുപക്ഷെ 70കൾക്ക് ശേഷം ഏതാണ്ട് അരനൂറ്റാണ്ടായി മലയാള സിനിമയുടെ ചരിത്രത്തോടൊപ്പം നടന്ന ക്യാമറാമാനായും ഛായാഗ്രഹനായും സംവിധായകനായും അദ്ദേഹം സജീവമായുണ്ട്. അതൊക്കെ വലിയ ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ അടയാളപ്പെടുത്തേണ്ടുന്ന സിനിമകളാണ്. അദ്ദേഹത്തിന് സംവിധാനം ചെയ്ത സിനിമകൾ മാത്രമല്ല, അദ്ദേഹം ക്യാമറ ചലിപ്പിച്ച സിനിമകൾ. ഇപ്പോൾ അരവിന്ദൻ്റെ 7ഓളം സിനിമകൾക്ക് ക്യാമറാമാൻ ഷാജിയായിരുന്നു. കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത്, ഈ 7 സിനിമകളും നമുക്കറിയാം. അരവിന്ദൻ 7 സിനിമകളും മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു വിജ്ഞാനകോശം എന്നൊക്കെ പറയാൻ പറ്റുന്ന 7 തരത്തിലുള്ള സിനിമകളാണ് അരവിന്ദൻ്റെ സിനിമകൾ. ഒരുപക്ഷെ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു നവസിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ അടൂരും അരവിന്ദനുമാണ്. അപ്പോൾ അരവിന്ദൻ്റെ 7 സിനിമകൾക്കും ഛായാഗ്രഹനായി നിന്നിരുന്നത് ഷാജിയൻ കരുണാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണിലൂടെയാണ് അരവിന്ദൻ്റെ കാഴ്ചകൾ, അരവിന്ദൻ്റെ ദൃശ്യസങ്കല്പനങ്ങൾ രൂപപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത പിറവി എന്ന സിനിമ, അത് കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കൃതമായ സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. അതിനുശേഷം സ്വമ്മും കാൻ മേളയിൽ പ്രദർശിപ്പിച്ച ഇടം നേടുകയുണ്ടായിട്ട് തമ്പിന് ഇദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച ഛായാഗ്രഹനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സംവിധായകനാണ് ഷാജിയൻ കാരൻ. ഒരുപക്ഷെ അക്കാഡമികമായിട്ട് പറഞ്ഞാൽ, ഒരുപക്ഷെ അദ്ദേഹം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് സിനിമ അക്കാഡമികമായി തന്നെ പഠിച്ച സംവിധായകനാണ്, ക്യാമറ പഠിച്ച ആളാണ്. അതൊക്കെ ഒരു തലമുറ, ഇപ്പോൾ ജോൺ എബ്രഹാമും വലിയൊരു തലമുറയുള്ളൊരു കാലത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സന്തതികളായി വന്ന് മലയാള സിനിമയെ നയിച്ച പ്രതിഭകളുടെ ഒരു നിരയുണ്ട്. ആ നിരയിലെ ഒരു സുപ്രധാന പേരാണ് ഷാജിയൻ കരുണിൻ്റേത്. അദ്ദേഹം MTയുടെ സിനിമയ്ക്കും ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്, അരവിന്ദൻ്റെ സിനിമയ്ക്കും ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കമേഴ്ഷ്യൽ സിനിമകൾക്കും 1 മുതൽ 0 വരെ ഉള്ള സിനിമയ്ക്കൊക്കെ അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ഗ്രാഫ് തന്നെ, സംവിധാന ഗ്രാഫ് തന്നെ നമുക്ക് പരിശോധിച്ചാൽ, ഇപ്പോൾ പിറവിയിൽ പ്രേംജിക്ക് ഭരത് അവാർഡ് കിട്ടിയ സിനിമയാണ്. പ്രേംജിയുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു മികവിലൂടെ കൂടി പ്രേംജി എന്ന മഹാനടനെ മലയാള നാടകത്തിൻ്റെയും മലയാളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഒരു വലിയ മനുഷ്യനെ ആണ് അതിൽ അഭിനയിപ്പിച്ചിരിക്കുന്നത് പിറവിയിൽ. അത് ഇപ്പോൾ നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ സംഭവവുമായി ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം, അങ്ങനെയൊക്കെയുള്ള ഒരു കഥയുമായി കണക്ട് ചെയ്തിട്ടാണ് ആ സിനിമ അതായത് പുത്ര നഷ്ടത്തിലുള്ള ഒരു പിതാവിൻ്റെ ദുഃഖം, ആ പിതാവിൻ്റെ ദുഃഖത്തിലൂടെ നമുക്കറിയാം നമ്മുടെ മനസ്സിലുള്ള ഈച്ചര വാര്യരുടെ ചിത്രമുണ്ട്. രാജൻ്റെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പീഡനത്തിനിരയായി മരിച്ച രാജൻ്റെ പിതാവ് ഈച്ചര വാര്യരെ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഈച്ചര വാര്യരുടെ രൂപം നമ്മൾ അതിൻ്റെ ഒരു സിനിമ, അതിൻ്റെ ദൃശ്യഭാഷ്യം പോലെ നമ്മൾ പ്രേംജിയിലൂടെ കണ്ട പിറവി പോലുള്ള സിനിമകൾ, മോഹൻലാൽ എന്ന നടൻ്റെ വേറൊരു തലം നമ്മൾ കണ്ട, ഒരു കഥകളി നടനായിട്ട് പെർഫോം ചെയ്ത് കണ്ട വാനപ്രസ്ഥം പോലുള്ള സിനിമകൾ, ഒരുപാട് കഥകളി, കലാമണ്ഡലം ഗോപിയെ ഉൾപ്പെടെ, കലാമണ്ഡലം ഗോപി, കീഴ്പ്പടം കുമാരൻ നായർ, കഥകളി രംഗത്തെ ഒരു വലിയ നിര കലാകാരന്മാരെയാണ് അദ്ദേഹം ഈ വാനപ്രസ്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ തരത്തിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ, കഴിഞ്ഞ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന സർഗാത്മകത കൊണ്ടും പ്രാപ്തി കൊണ്ടും ഒക്കെ, പ്രതിഭ കൊണ്ടും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു സംവിധായകനാണ് ഷാജിയൻ കരുൺ. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പുരോഗമന സാംസ്കാരിക പ്രവർത്തനവുമായി, പ്രത്യേകിച്ച് പൂക്കാസയുടെയൊക്കെ സംസ്ഥാന അധ്യക്ഷ പദവിയിലൊക്കെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം പ്രത്യേകം
ശ്രദ്ധിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേരള ചലച്ചിത്ര അക്കാദമി ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് ചലച്ചിത്ര പ്രസ്ഥാനത്തിന് തന്നെ മാതൃകയായ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനും ഷാജി എൻ കരുണാണ്.